അവൻ സഹിച്ചില്ലേ? പറയണോ പറയണോ? എനിക്കൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്കണം. അവനത് വിശ്വസിക്കണമല്ലേ? അവനോട് ഞാൻ അല്പനേരം കൊണ്ട് അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ നേരിൽ കണ്ടതല്ലേ? നിങ്ങളുടെ ജീവനെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാതെ വിടുമായിരുന്നു. നീ മരിച്ചേ മതിയാവൂ, നീ മരിച്ചേ മതിയാവൂ, നീ മരിച്ചേ മതിയാവൂ. എനിക്കൊന്നും അറിയില്ല. ഒരു പക്ഷെ അവനായിരിക്കും. അവൻ പ്രതിനായകൻ. ഇറങ്ങി വാടാ വെളിച്ചത്തിലേക്ക്. അവരേക്ക് വിട്ടേക്ക് സാറേ, അവന്റെ കഥ ഞാൻ തീർക്കും. വേണ്ട, ഇവനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. വയറ് വിശക്കുമ്പോ പുറത്ത് ചാടിയതാ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. അമ്മണി, ഗൗരി, ഒന്ന് പറ. നടക്ക്, ജീപ്പിൽ കയറി. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ഈർക്കിൽ മുതൽ കമ്പിപ്പാറ വരെ അതിലൊക്കെ അവിടെ കാത്തിരിക്കും. അയ്യോ സാറേ, ഞാനല്ല, ഞാനൊന്നും അറിയില്ല. വേണ്ട സാറേ, അയ്യോ ഞാനല്ല, ഞാനല്ല. അയ്യോ സാറേ. അമ്മയുടെ അടുത്തത് ഒരാഴ്ച മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇത് എന്നെ അതിനു മുൻപേ ഇവിടെ കൊണ്ടെത്തിച്ചു. കാത്തിരുന്ന എന്റെ അമ്മ. സേതു, അവൻ ആരെയും നോവിക്കാത്തൊരു പാവമായിരുന്നു. ഇന്നവൻ നാടുനീളെ അലഞ്ഞു നടക്കുക, ഒളിവിലുള്ളവരെ പുറത്തു കാണിക്കാൻ. പണിക്കരേട്ട, പണിക്കരമ്മ പറഞ്ഞ അച്ഛൻ കേക്കും. പറ, ഒന്നിനും പോണ്ടെന്ന് പറ, ഒന്നും വേണ്ടെന്ന് പറ. ഞാൻ പറയാം, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. പക്ഷേ സ്വന്തം മകൻ ആ അസുരവിത്തിനാണ് ബോധമില്ലാത്തത്. ആ ശാപജന്മത്തിന്റെ പിതാവായി പോയല്ലോ ഞാൻ. എവിടെയാ നീ അറിഞ്ഞു നടക്കുന്നത്? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറന്നിരുത്തുന്നവരെ പുറത്തു ചാടിക്കണം. എന്നിട്ട് അവരെയൊക്കെ ഞങ്ങളുടെ പേടിച്ച് വരച്ച കൈയുടെ സേതുവിന്റെ കൂടെ ഇങ്ങനെയായ പിന്നെ വേണ്ട അച്ഛാ, ഒന്നും വേണ്ട. എനിക്ക് അച്ഛനെങ്കിലും വേണ്ടേ. എന്റെ അമ്മ, അവൾക്കൊരിക്കലും അവളെ കുറിച്ച് വേവലാതി ഉണ്ടായിരുന്നില്ല. നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും മാത്രമായിരുന്നു വേവലാതി. എന്നും അല്ലാഹുവിനെ വിളിച്ച് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ മോൾക്കൊന്നും സംഭവിക്കരുതേ എന്ന്. മകളെ കുറിച്ച് ആലോചിച്ചും കാത്തിരുന്നും കഴിഞ്ഞ അവളെ അവർ നീ ഒന്നിനും പോകണ്ട. നീ ഇവിടെ വേണം.
തീരും. അമ്മാവനും കൂടി ഇങ്ങനെയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ സന്തോഷത്തിനും സങ്കടത്തിനും കൂടെ ഉണ്ടായിരുന്ന ഹാർമോണിയം ആ കുരുത്തം കെട്ടവരെടുത്തോണ്ട് പോയി. എനിക്കെന്റെ കൈയും കാലും വിറക്കുന്നു. നമ്മുടെ ഹാർമോണിയല്ലേ ഇവിടെ? പൊടി പിടിച്ചിട്ടുണ്ടാവും. ചേട്ടൻ കൊടുക്ക്. ഞാൻ എടുത്തിട്ട് വരാം. പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന? പൂവിൻ വേദന. പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന? പൂവിൻ വേദന. ഓടക്കുഴലും എന്തറിയാ
ബഹുഭൂരിപക്ഷം വരുന്ന ഞങ്ങളെ കുറിച്ച് അറിയാത്തതുപോലെ നീ സംസാരിക്കരുത്. വാക്പാറ്റിൽ തോൽപ്പിക്കാനല്ല, ആയുധം കൊണ്ട് നേരിടാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വരാനെത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇതാ കാണാൻ.